ഹായ് എവരിവൺ. ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊരു വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ വേണം അതെനിക്ക് പറഞ്ഞു തരാൻ. ഞാനിപ്പോൾ ബാംഗ്ലൂർ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു മാസം സംതിങ് കണ്ടായി. ഊബർ ഓടാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറേ പിള്ളേർ എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രോ ഇവിടെ ഡ്രൈവറിന് വേക്കൻസീസ് ഉണ്ടോ? ഉണ്ട് ബ്രോ, ഇവിടെ ഇഷ്ടം പോലെ ഡ്രൈവറിന് മാത്രമല്ല കുറേ വേക്കൻസീസ് ഉണ്ട്. സ്വന്തം വണ്ടി, സ്വന്തം ബൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സുഖമാണ്, ഒന്നും അറിയണ്ട. നമ്മുടെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല സ്പോട്ടാണ് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ. സ്വന്തം ബൈക്ക് ഉണ്ടെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ, പിന്നെ റാപ്പിഡോയിലൊക്കെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാക്കാം, ഒന്നും അറിയണ്ട. പിന്നെ നാട്ടിൽ നമ്മൾ ഊബറൊക്കെ ഓടാണെങ്കിൽ സ്വന്തം ടാക്സി വെഹിക്കിൾസ് ഒക്കെ വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയ റെൻറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് എടുക്കേണ്ടി വരും. പക്ഷെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ചെറിയ റെൻറ്റിനെല്ലാം ടാക്സി വെഹിക്കിൾസ് കിട്ടും, അതായത് ഓരോ കമ്പനി ബേസ് ഒക്കെ കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് PMB എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. അപ്പം അവർ റെൻറ്റിലും കൊടുക്കും, സാലറി ബേസും വണ്ടി കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സാലറി ബേസ്, അതായത് കമ്മീഷൻ ബേസ്. അതായത് നമ്മൾ ഓടുന്നതിന് 32%. ഏകദേശം ഒരു ദിവസം നമുക്ക് എങ്ങനെ വില കുറഞ്ഞത് 2500 രൂപയുടെ ഓട്ടം ഓടാം. അങ്ങനെ പോവുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഒരു മാസം, ഒരു 32% എന്ന് പറയുമ്പോൾ ഒരു 25,000 രൂപ നമുക്ക് ഒരു മാസം ഉണ്ടാക്കാം. 30 ദിവസത്തിനുള്ളിൽ നമുക്കുണ്ടാകാം. നല്ലപോലെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ബ്രോ ഇവിടെ വന്ന് നമുക്ക് സെറ്റാവാം. ബാക്കി ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കൊരു ഓട്ടം കിട്ടി, അപ്പം അതിനുവേണ്ടി പോവാം. പോകുന്ന പോക്കിലായാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശരി, അടുത്ത ഇനി ഈ ഓട്ടം കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. ഓക്കെ, ഇപ്പം കസ്റ്റമറിനെ വിളിക്കാൻ പോകുന്നതാണ്. ഇവിടെ ട്രാഫിക്കാണ് ഭയങ്കര പാട്. കസ്റ്റമറിനെ വിളിക്കാൻ വേണ്ടി ഞാനിവിടെ ലൊക്കേഷൻ വന്ന് നിൽക്കുകയാണ്. പോസ്റ്റായിട്ട് കുറച്ച് നേരം ആ കസ്റ്റമറിന് എപ്പം വരും എന്നൊന്നും എനിക്കറിയത്തില്ല, നോക്കട്ടെ. അപ്പോൾ ആ കസ്റ്റമറിനെ വിട്ടു. ഇനിയിപ്പം അങ്ങോട്ട് നീങ്ങി തുടങ്ങാം. ബാക്കി ഞാൻ ഓരോ കാര്യങ്ങളും ബാക്കി വഴിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരാം. നല്ല മഴയ്ക്കുള്ള ഒരു പോളുണ്ടോ തോന്നുന്നു കേട്ടോ. കാർമേഘങ്ങളെല്ലാം മൂടി കുത്തി നിൽക്കുന്നു. സംഭവം അറിയില്ല, മഴ പെയ്യുമെന്ന് വെച്ചാൽ മഴ പെയ്യുമില്ല. നല്ല മഴയ്ക്കുള്ള പോലുണ്ട്. രാവിലെ ഭയങ്കര കട്ടറും ഇവിടുത്തെ ട്രാഫിക്കും സഹിക്കാൻ ഒക്കത്തില്ല കേട്ടോ. ഇവിടെ ഗിയറുള്ള വണ്ടിയാണ് ഓടിക്കുന്നെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, കാലൊക്കെ ഒരു തന്നെ എനിക്ക് നല്ല വേദന ഉണ്ട്. കാലിൽ മസിൽ കയറിയിട്ട് ഇന്നലെ രാത്രി വിഷയമായിരുന്നു. ഞാനിപ്പോൾ അപ്പം ഞാൻ ഈ റോഡിലൂടെ പോകുമ്പോൾ ഒരു വണ്ടി കണ്ടു, ഒരു സ്വിഫ്റ്റ്, കർണാടകയിൽ. നോക്കിയോണേ, വണ്ടിയുടെ ടയർ തിരിച്ചിട്ടേക്കുന്നതാണ്. കേട്ടോ, കാണാനൊക്കെ രസമുണ്ട്, പക്ഷെ വണ്ടിക്ക് വരുന്ന പണിയെന്ന് പറഞ്ഞാലാണ് വിഷയം വരുന്നത്. പിന്നെ വണ്ടി ഓടിക്കുക, അതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും പേരെ ഒന്നും കയറ്റാനൊന്നും ഒക്കത്തില്ല. ആ ഡ്രൈവറിന് വേണമെങ്കിൽ മാത്രം പോകാം, ഒറ്റ ഒരാൾക്ക് വേണമെങ്കിൽ പോകാം. 4 പേരൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ് ആ വണ്ടിയിലൊക്കെ. അപ്പോൾ ഇന്ന് മൊത്തം മഴയാണ്. ഞാൻ രാവിലെ പറഞ്ഞല്ലേ, രാവിലത്തെ ആ മഴക്കോട് കണ്ടപ്പോഴേ മനസ്സിലായി അത്യാവശ്യം നല്ല മഴയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം ക്ലോസായി കഴിഞ്ഞു, എല്ലാ ഓട്ടവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പം ലാസ്റ്റ് ഇനിയിപ്പോൾ റൂമിലോട്ട് പോവാം. റൂമിലോട്ട് പോകുമ്പോൾ ഇനി CNG ഒട്ടുമില്ല. CNG ഇനി 2 കുറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതോടടിച്ചിട്ട് നേരെ ഇനി നമ്മൾ റൂമിലോട്ട് ഒറ്റ പോകുന്നു. കുറേ തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് ഇനി വാഷ് ചെയ്യണം. നേരെ ഒറ്റ കിടപ്പായിരിക്കും. റൂമിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു സമയമാകുമായിരിക്കും മിക്കവാറും.
ഏകദേശം 9 മണിക്ക് ആവും. 8 ഇപ്പോൾ 7 മണി 7:30 അങ്ങോട്ട് ആയതേ ഉള്ളൂ. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെല്ലും. അപ്പം ലവ് യു ഗൈസ്. അപ്പം ഇന്നത്തോടെ നമ്മുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നാളെ തൊട്ട് തുടങ്ങാം അടുത്ത നല്ല വ്ലോഗുകൾ. ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, ചെയ്യും. ഓക്കെ, ലവ് യു ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ.